ഹായ് ഹലോ. വള്ളിച്ചെടികളെ സ്നേഹിക്കുന്നവരെ ഇതിലെ അതെ, എല്ലാ ദിവസവും വർഷത്തിൽ 365 ദിവസവും പിടിക്കുന്ന പൂക്കൾ വിരിയുന്ന 5 വെള്ള വള്ളിച്ചെടികളെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെ, ആദ്യത്തെ ചെടി വൈറ്റ് മാൻഡിവില്ലയാണ് കേട്ടോ. ഈ ചെടിയെ ആദ്യം കാണുമ്പോൾ മിക്ക ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താ അറിയോ, ഇത് യഥാർത്ഥ പൂവാണോ അല്ലെങ്കിൽ ഇത് ആർട്ടിഫിഷ്യൽ പൂവാണോ? കാരണം ഇതിൻ്റെ പൂക്കൾക്ക് ഒരു പെർഫെക്റ്റ് ഷേപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അതെ, വലിയ ട്രംപറ്റ് ഷേപ്പ് പൂക്കളാണ്, വളരെ എന്താ പറയുക, പ്യൂർ വൈറ്റ് കളറാണ്, അതിനൊപ്പം ഗ്ലോസി ഗ്രീൻ ലീവ്സുമാണ് ഇതിനുള്ളത്. ഇതൊരു ഗേറ്റിലോ അല്ലെങ്കിൽ ഒരു ആർച്ചിലോ കയറ്റി വളർത്തിയാലുണ്ടല്ലോ ഒരു റിസോർട്ട് ഗാർഡൻ ലുക്ക് തന്നെ നമ്മുടെ വീടിന് കിട്ടും എന്നുള്ളതാണ്. സൂര്യപ്രകാശം നല്ലതായിട്ടുണ്ട് എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ ചെടി പല സമയങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് നിറച്ച് പൂക്കൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അതെ, അടിപൊളി ഒരു പ്ലാന്റാണ്, കണ്ടില്ലേ? അതുകൊണ്ട് തന്നെ ഈ ഫ്ലവറിങ് ക്ലൈമ്പിങ് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു മസ്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ വളർത്തേണ്ടിയിരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് ഈ കാണിക്കുന്നത്. അതെ, ചാണകപ്പൊടിയൊക്കെ ഉള്ളോളം കൊടുത്തു കഴിഞ്ഞാൽ കാലങ്ങളോളം ഇത് നല്ല കിഡിലായിട്ട് പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു കിഡിലം പ്ലാന്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ്. ആർച്ചിലും ഗേറ്റിനരികിലും സിറ്റ് ഔട്ടിനരികിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ദിവസവും പൂക്കൾ കാണണം, ദിവസവും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കണമെന്നുള്ളവർക്ക് ദിവസവും പൂക്കൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു കിഡിലം പ്ലാന്റാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ പ്ലാന്റ് ഏതാണെന്ന് അറിയണ്ടേ? അതെ, നമ്മുടെ വൈറ്റ് ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ. അതെ, വൈറ്റ് ബ്രൈഡൽ ബൊക്കെ വൈൻ എന്നും ഇത് പറയപ്പെടുന്നുണ്ട്. പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവും. വിവാഹ സമയത്ത് ബ്രൈഡിൻ്റെ കയ്യിൽ പിടിക്കുന്ന ബൊക്കറ്റ് പോലെ കൂട്ടമായി വിരിയുന്ന പൂക്കളാണിത്. അതെ, ചെറിയ ചെറിയ വെളുത്ത പൂക്കൾ ഒന്നിച്ച് വിരിയുമ്പോഴുണ്ടല്ലോ ചെടി മുഴുവൻ ഒരു വൈറ്റ് ക്ലൗഡ് പോലെ നമുക്ക് തോന്നിക്കും എന്നുള്ളതാണ്. ഈ ചെടിയുണ്ടല്ലോ ഗേറ്റിലോ പർഗോളയിലോ കയറ്റി വളർത്തിയാലുണ്ടല്ലോ വീട് മുഴുവൻ ഒരു റൊമാൻറ്റിക് ഗാർഡൻ ലുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതിനാൽ തന്നെയാണ് ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്യുന്നവർക്ക് പോലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. വർഷത്തിൽ 365 ദിവസവും നമ്മുടെ വീട്ടുമുറ്റത്ത് പൂക്കൾ വീണമെന്നുള്ളവർക്ക് ഈ പ്ലാന്റുകളൊക്കെ വളർത്താം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ബ്രൈഡൽ ബൊക്കെ നല്ല രസമുള്ള ഇലകളാണ്, ഒരു ലൈറ്റ് പച്ച നിറത്തിലുള്ള ഗ്ലോസി ലീവ്സാണ്. പൂക്കൾ ഇല്ലാന്നെങ്കിൽ കൂടി ഇതിൻ്റെ ഇല കാണാൻ നല്ല രസമാണ്, നല്ല ചന്തമാണ്. പൂക്കൾ പിടിക്കുമ്പോഴോ അത് ഇങ്ങനെ അറഞ്ഞു കുത്തി അങ്ങ് പിടിക്കൂ എന്നുള്ളതാണ്. അതെ, 1000 വെള്ള നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇങ്ങനെ പറന്നിറങ്ങി ഒരു ചെടിയുടെ മുകളിൽ ഇങ്ങനെ വീണ് കിടക്കുന്നത് പോലെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ കൊലയായിട്ട് വിരിഞ്ഞു വരിക. എന്താ രസമെന്നറിയോ ഇതിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ. ഒത്തിരി ഭംഗിയുള്ള 5 ഇതളുള്ള ഈ പൂക്കൾ എന്താ രസത്തിൽ നിൽക്കുമെന്നറിയോ. ഇതിൻ്റെ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തിരി പ്രയാസമാണെങ്കിലും തൈകൾ പിടിച്ച് കിട്ടിയാലുണ്ടല്ലോ കാലങ്ങളോളം നിന്ന് ഇതുപോലെ പൂക്കൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്ന സുന്ദരിയാണ്. ഉള്ളോളം ചാണകമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താലുണ്ടല്ലോ അടിപൊളിയായിട്ട് കാലങ്ങളോളം നിന്ന് പൂക്കൾ തരുന്നൊരു സുന്ദരി. അതെ, എല്ലാ ദിവസവും പൂക്കൾ തരുന്ന അടിപൊളി സുന്ദരി. നിങ്ങൾക്കിഷ്ടമായോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് കാണാം ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഈ ചെടി ഉണ്ടാവും. മിക്കപ്പോഴും തന്നെ അതിൽ നിറഞ്ഞ് പൂക്കളും ഉണ്ടാവും. അതെ, നല്ല ചന്തത്തിൽ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇനി മൂന്നാമത്തെ പ്ലാന്റ് ഏതാണെന്ന് അറിയണമെന്നുണ്ടോ? അതെ, നമ്മുടെ കോറൽ വൈനാണ് കേട്ടോ. ഈ ബ്രൈഡൽ ബൊക്കറ്റ് പോലെ തന്നെ ഒരു പ്ലാന്റാണ് നമ്മുടെ കോറൽ വൈൻ. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ആൻറ്റിഗൺ എന്നാണ്. സാധാരണയായി കോറൽ വൈൻ പിങ്ക് നിറത്തിലാണ് കാണാറുള്ളത്. പക്ഷേ വൈറ്റ് കോറൽ വൈൻ വെറൈറ്റി എന്ന് വെച്ചാൽ ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു സുന്ദര ചെടിയാണ്. ഈ ചെടി വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മാസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ ആർച്ച് മുഴുവൻ കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതുമാണ്. ഇതിൻ്റെ പൂക്കൾക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ഇവ ബട്ടർഫ്ലൈസിനെയും ബീസിനെയും ഒക്കെ അട്രാക്റ്റ് ചെയ്യുന്നു. തേനീച്ച കർഷകർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്ലാന്റ് കൂടിയിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പൂച്ചെടി മാത്രമല്ല, ഒരു ലിവിങ് എക്കോ സിസ്റ്റം ആണെന്ന് തന്നെ ഇത് പറയാം. അതുമാത്രമല്ല അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ചെടി കൂടിയിട്ടാണ്. ഇതിന് കഴിവുണ്ടെന്നാണ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡൽഹി പോലുള്ള അന്തരീക്ഷ മലിനീകരണം കൂടുതലുള്ള രാജ്യമല്ലല്ലോ സംസ്ഥാനങ്ങളിലൊക്കെ നിറച്ചിത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ തമ്പാജിയാണ്. അതെ, തമ്പാജിയ അടിപൊളി ഒരു പ്ലാന്റാണ്. നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും ഇത് പാവങ്ങളുടെ തമ്പാജിയ എന്നറിയപ്പെടുന്നുണ്ട്. കണ്ടില്ലേ, ഇത് നന്നായിട്ട് പെട്ടെന്ന് വളരുന്നതാണ്. ഇത് വളരെ സിമ്പിളായ പക്ഷെ വളരെ എലഗൻ്റായ ഒരു ക്ലൈംബറാണ്. ചെറിയ വെളുത്ത പൂക്കളാണ്, കണ്ടില്ലേ? പച്ച ഇലകളുടെ ഇടയിൽ ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോഴുണ്ടല്ലോ ഒരു നാച്ചുറൽ ബ്യൂട്ടി ഫീൽ ഉണ്ടാവും. ഈ ചെടിയുടെ വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാമോ? വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും,
വളരെ കുറച്ച് കെയർ മതി. ഒരു ഫെൻസൊക്കെ ക്ലിയർ ചെയ്തെടുക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ഗാർഡൻ ബിഗിനേഴ്സ് പോലും വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണിത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്തും ആർച്ചിലും വീട്ടിന് മുന്നിലൊരു പന്തലിട്ടും ഒക്കെ വളർത്തിക്കഴിഞ്ഞാൽ നല്ല രസമായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ പൂക്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അടിപൊളി ഒരു പ്ലാന്റാണ്. ഇതിന് പല കളേഴ്സ് ഉണ്ട്. പല കളേഴ്സല്ല, ഈ കളറും ബ്ലൂ കളറും ഉണ്ട്. പക്ഷേ വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നും വിരിയുന്ന, വർഷത്തിൽ 365 ദിവസവും പൂക്കൾ തരുന്ന വള്ളിച്ചെടികളുടെ കൂട്ടത്തിൽ ഇവളൊരു രാജകുമാരിയാണെന്ന് തന്നെ പറയാം. അതെ, അത്രയും വേഗത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ തമ്പോജിയ എന്ന് പറയുന്നത്. അത്രത്തോളം എനിക്കിഷ്ടമാണ് ഈ പ്ലാന്റ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, ഇതിൽ നിറച്ച് വണ്ടുകളും ഹമ്മിങ് ബേഡ്സും ഒക്കെ വന്ന് പോകുന്ന അടിപൊളി ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് എല്ലാ ദിവസവും പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പൂക്കളും നിങ്ങൾക്ക് വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളുടെ എല്ലാം തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഡയറക്റ്റോ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ 3 പ്ലാന്റ്സിനെ കാണിച്ചു തന്നല്ലേ. ഇനി അടുത്തതാരാ? 4 പ്ലാന്റ്സിനെ കാണിച്ചു തന്നു. ഇനി അടുത്തതാരാ? വേണ്ടി നമ്മുടെ ക്യാൻഡിൽ വൈൻ. അതെ, ക്യാൻഡിൽ വൈൻ എന്ന് വെച്ചാൽ നമ്മുടെ രാജകൊട്ടാരങ്ങളിൽ മാത്രം വളർന്നിരുന്ന വള്ളിച്ചെടി എന്നറിയപ്പെടുന്ന ചെടിയാണ്. അതെ, അപാര സുഗന്ധമുള്ള ഒരു വള്ളിച്ചെടിയാണ്. എല്ലാ ദിവസവും പൂക്കൾ വിരിയുന്നതാണ്. വർഷത്തിൽ 365 ദിവസവും പൂക്കളെയും തേനീച്ചകളെയും ശലഭങ്ങളെയും വണ്ടുകളെയും ഒക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെടി നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്താട്ടോ. അതെ, പൊള്ളിച്ചെടിയാണ്. ഭയങ്കര മണമാണ് ഇതിങ്ങനെ വിരിഞ്ഞിറങ്ങുമ്പോൾ. നല്ല രസമാണ്. ഇതിൻ്റെയും ഇലകളും കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അതുമാത്രമല്ല, ഇതിൻ്റെ തളിരിലേക്ക് വരുമ്പോൾ നല്ല രസമായിട്ട് ഇതിൻ്റെ പൂക്കളും ഇലകളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് നല്ല രസമാണ്. വെളുത്ത മെഴുകുതിരികൾ പോലെ പൂക്കൾ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത് ക്യാൻഡിൽ വൈൻ എന്ന പേര് കിട്ടിയത്. ഇത് ഗാർഡനിൽ വെച്ചാലുണ്ടല്ലോ മറ്റുള്ള ചെടികളിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലുക്കാണ് ഈ ഒരു ചെടി നൽകുക എന്നുള്ളത്. അതെ, കണ്ടില്ലേ എന്താ രസമൊന്ന് നോക്കി. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് വെളുത്ത നിറത്തിൽ വർഷം മുഴുവൻ പൂക്കുന്ന വള്ളിച്ചെടികളാണ് കേട്ടോ. 5 വെളുത്ത വള്ളിച്ചെടികളാണ്. വൈറ്റ് മാൻഡിവില്ല, വൈറ്റ് ബ്രൈഡൽ ബൊക്കെ, കോറൽ വൈൻ, തമ്പോജിയ, ക്യാൻഡിൽ വൈൻ. ഈ 5 പ്ലാന്റുകളാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ ഗാർഡനിൽ വളർത്തിയാലുണ്ടല്ലോ ഒരു സാധാരണ ഗാർഡനിൽ നിന്നും ഒരു പൂക്കളാൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു നാച്ചുറൽ ഡെക്കറേഷൻ ഉള്ള ഒരു ഗാർഡനാക്കി നിങ്ങളുടെ ഗാർഡനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട്? ഈ 5 പൂച്ചെടികളെ ഇഷ്ടമായോ? ഇത് 5 നമുക്കിപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് റെഡിയാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഡയറക്റ്റോ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.